അപ്പൊ നമ്മളിന്ന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വന്നിട്ടുള്ളത് അല്ലേ? വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി. ഞാനൊരു 1 year മുമ്പ് വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ കുറവായിരുന്നു. അന്ന് ഹോസ്റ്റലിലായിരുന്നല്ലോ. അന്ന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഹെയർ ഉണ്ടായിരുന്നു. മൊട്ടയിട്ടാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നത്. ഹോസ്റ്റലിന്റെ കാര്യം പറയുമ്പോഴാ, ഹോസ്റ്റലിൽ ഉമ്മാന്റെ ഫുഡിന് ഭയങ്കര ഫാൻസ് ആയിരുന്നു കേട്ടോ. 1.5 കിലോ ബീഫൊക്കെ വരട്ടിക്കൊണ്ടൊരു പാത്രത്തില്. അതെ അതെ, എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് തിന്നുക. ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. അതെ അതെ, ആ കാര്യം പറയാം. എന്തെങ്കിലും എന്റെ കൈ കൊണ്ട് കുക്ക് നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വൈറ്റമിൻ ഡി. എന്റെ ഒരു ഏജിൽ വന്ന ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇപ്പം എൻ്റെ ഏജിലുള്ള ഒരു സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇത് ശ്രദ്ധിക്കാതെ വിടും. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടില് പിന്നെ അറിയാലോ, ഒരു 40 കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു മൈൻഡ് സെറ്റിലുള്ളവരാണ് അധികവും. എല്ലാവരും അല്ല പറയുന്നത്. എക്സ്ട്രീം ആയിട്ടുള്ള ഹെയർ ലോസ്, അതേപോലെ ജോയിന്റ് പെയിൻ, ക്ഷീണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ജനറൽ ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യുക, എന്നിട്ട് മാത്രം മരുന്ന് കഴിക്കുക. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ സപ്ലിമെന്റ്സ് എടുക്കാതിരിക്കുക. അതെ, ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം അല്ലേ? ഓക്കെ, ബൈ.